സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഭീമോയെയും അവന്റെ ഭാര്യയായിട്ടുള്ള ശ്രീയുമാണ്. ഭീമോ ഒരു ടീച്ചറാണ്. ഒരു ഗ്രാമത്തിലേക്ക് ജോലിക്കായിട്ട് അവൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ ശ്രീ അവനെ ഒറ്റയ്ക്ക് വിടുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഭീമോയ്ക്ക് ഒരു ഗാംബ്ലിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഭീമോയ്ക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയ ആ ഒരു ഗ്രാമത്തിലേക്ക് ഇവരെ കൊണ്ടുപോകാനായിട്ട് രണ്ടുപേര് കാറും എടുത്തു വരുന്നു. ഇവരങ്ങനെ കാറിലൊക്കെ കയറിയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. ഭീമോ അവന്റെ ഭാര്യയായിട്ടുള്ള ശ്രീയോട് വീട്ടിലിരുന്നോളാൻ പറഞ്ഞതാണ്. പക്ഷെ അവൾക്കൊരു മനസ്സമാധാനമില്ല. ഇവനെ ആ ഒരു ഗ്രാമത്തിലേക്ക് ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങാനും ചൂതാട്ടം കാര്യങ്ങളൊക്കെ വീണ്ടും ആരംഭിച്ച വീണ്ടും ഒരുപാട് കടങ്ങൾ അവൻ വരുത്തി വെക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെട്ടും പാണ്ടും എടുത്തിട്ട് ശ്രീ ഭർത്താവുമൊത്ത് ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭീമ ഒന്ന് മയങ്ങിപ്പോയി. ഈ സമയം ശ്രീ ആകട്ടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിപ്പാണ്. പെട്ടെന്നാണ് അവളുടെ തൊട്ടടുത്തായിട്ട് ഒരു പറക്കുന്ന തല വന്നിട്ട്, അതും വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയുടെ തല വരുന്നത്. ഇവൾക്ക് ആദ്യം വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇതെങ്ങനെ സ്വപ്നമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ ചുറ്റും നോക്കാനായിട്ട് തുടങ്ങി. ദേ ഭീമ തൊട്ടടുത്തിരിപ്പുണ്ട്. ശ്രീ ഭീമയോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നുന്നതായിരിക്കും, നീ കിടന്നോ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ശ്രീ വീണ്ടും വീണ്ടും ഈ ഒരു തല കാണാനായിട്ട് തുടങ്ങി. അതും തീയിലിങ്ങനെ കനലിങ്ങനെ നിൽക്കൂലേ, അതുപോലെയായിരുന്നു അതിന്റെ ഭാഗം മൊത്തമായിട്ട്. ഇത് കണ്ടതും ശ്രീക്ക് ഛർദ്ദിക്കാനായിട്ട് മുട്ടി. അങ്ങനെ ഇവര് കാറ് നിർത്തുകയാണ്. കാറ് നിർത്തുകയല്ല, യഥാർത്ഥത്തിൽ കാറ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. എന്താ കുഴപ്പമെന്ന് ഇവർ നോക്കുമ്പോഴേക്കും ശ്രീ അവിടെ കിടന്ന് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല, ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത പൊന്തക്കാട്ടിൽ നിന്ന് എന്തോ ഒരു മരപ്പലക പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതും ഇവരുടെ കാറിന് നേരെ. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു ശവപ്പെട്ടിയാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ പെട്ടെന്ന് തന്നെ വണ്ടിയിലോട്ട് കയറി. ഈ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുട്ടയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീയുടെ കയ്യിൽ, അതായത് അവളുടെ ബാഗിനകത്ത് മുട്ടയുണ്ടായിരുന്നു. ആ മുട്ട മൊത്തമായിട്ട് ഈ ഒരു ഡ്രൈവർ ഈ ഒരു ശവപ്പെട്ടിക്ക് അരികിലായിട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കാറും എടുത്തിട്ട് അവിടെ നിന്ന് ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇവർ ആ ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന രണ്ടു പേർക്കും ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയാം. ഭീമോയും ശ്രീയും ഒരുപോലെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ആ ഒരു മുട്ടയുടെ കവർ അവിടെ ഇട്ടപ്പോൾ തന്നെ ശവപ്പെട്ടി താനെ തുറക്കുന്നുണ്ട്. അതിൽ നിന്നൊരു കൈ വന്നിട്ട് ആ ഒരു മുട്ടയും എടുക്കുന്നു. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവരൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ ഒരു ബോട്ട് ചെട്ടി പോലുള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചോടാനായിട്ട് ഈ ഒരു കാർ ഓടിച്ചിരുന്ന ആൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വീട്ടിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം ഇനി കാട്ടിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇന്നലെ രാത്രി ഇവർ വരുമ്പോൾ കണ്ട ആ ഒരു ശവപ്പെട്ടിയെക്കുറിച്ച് ഭീമ വീണ്ടും കാർ ഡ്രൈവർ അടുത്ത് ചോദിച്ചു. അപ്പോൾ അയാളൊരു കാര്യം പറഞ്ഞു കൊടുത്തു. ഇവിടെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ട് മരിക്കുന്ന ആളുകളുടെ മൃതദേഹം ഒരിക്കലും കുഴിച്ചിട്ടില്ല. പകരം ഒരു ശവപ്പെട്ടിക്കകത്ത് ആക്കിയിട്ട് അത് ഒരു മരത്തിന് മുകളിലായിട്ട് കെട്ടിത്തൂക്കാറാണ് പതിവ്. വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു രീതിയാണത്. ആ ഒരു ശവപ്പെട്ടിയിലുള്ള പ്രേതം അല്ലെന്നുണ്ടെങ്കിൽ മൃതദേഹം ഭക്ഷണം യാചിച്ച് പുറത്തേക്ക് വരുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. കാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, അതായത് കാടിന് നടുവിലായിട്ടാണ് ഇവരിപ്പോൾ പോകുന്ന സ്കൂളും ആ ഒരു ചെറിയ ഗ്രാമവും ഉള്ളത്. അവിടെ വലിയൊരു വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നിട്ട് ഒരുപാട് കുട്ടികളൊക്കെ മരിച്ചുപോയി. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അവിടെ വിദ്യാഭ്യാസം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ ഇപ്പം നിലവിലുള്ളൂ. ഈ ഒരു ബോട്ട് ചെട്ടിക്ക് അടുത്ത് വെച്ചിട്ട് തന്നെ വില്ലേജ് സെക്രട്ടറിയും പിന്നെ ടിൻജൻ എന്ന് പറയുന്ന ഒരാളെയും ഇവർ പരിചയപ്പെടുന്നുണ്ട്. അവരും ആ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ടിൻജനാകട്ടെ മറ്റൊരു സ്കൂളിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ശ്രീയും ഭീമോയും പിന്നെ ആ ഒരു വില്ലേജ് സെക്രട്ടറിയും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഒരു തോണിയിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നത്. അധികം വൈകാതെ തന്നെ ഇവരടുത്തുള്ള ഒരു ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. അതായത് ഈ ഒരു ഗ്രാമത്തിൽ ആകപ്പാടിയുള്ള ഒരു ചെറിയ ജെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ വില്ലേജ് സെക്രട്ടറിയുടെ സ്വഭാവം മാറി. പുള്ളിക്കാരെ നേരെ പോയിട്ടുണ്ടെങ്കിൽ സ്കൂളാണെന്നും പറഞ്ഞിട്ട് അയാൾ വഴി മാറി നടന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒറ്റയ്ക്ക് പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ നേരത്തെ ആ ഒരു കാർ ഡ്രൈവർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് മനസ്സിലായി. സംഭവം മറ്റൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിലായിട്ട് ഒരുപാട് ശവപ്പെട്ടികൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടതും ശ്രീക്ക് പേടിയാവാനായിട്ട് തുടങ്ങി. അധിക നേരം അവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഭീമ അവളെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. പോകുന്ന വഴിയിൽ രണ്ടുപേരെ കൂടി ഇവർ കണ്ടു. പക്ഷേ അവരോട് സ്കൂളിലേക്ക് പോകുന്ന വഴിയൊക്കെ ചോദിച്ചെങ്കിലും അവർ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവിടെ അടുത്തായിട്ട് ഒരു സ്കൂൾ കണ്ടുപിടിച്ചു. അതിനുള്ളിൽ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നു അത്. ഈ ഒരു പ്രിൻസിപ്പളിന്റെ പേര് കാസ്നോ എന്നാണ്. ആളൊരു പാവമാണ്. അങ്ങനെ പ്രിൻസിപ്പൽ കാസ്നോ ഇവർ രണ്ടുപേരെയും ഇവർക്ക് താമസിക്കാനുള്ള വീട് കാണിച്ചു കൊടുക്കുകയാണ്. 3 മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടുകൾ. അതിൽ ഏറ്റവും നടുവിലായിട്ടുണ്ടായിരുന്ന വീടാണ് ഇവർക്ക് താമസിക്കാനായിട്ട് കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പ്രിൻസിപ്പൽ കാസ്നോ കുറച്ച് കാര്യങ്ങൾ ശ്രീയുടെ അടുത്തും ഭീമോയുടെ അടുത്തും പറഞ്ഞു. മറ്റൊന്നുമല്ല, ഇവിടെ വലിയൊരു ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് പേര് മരിച്ചുപോയി. അതിൽ കൂട്ടത്തിൽ ഈ തമ്പിന്യായും അതുപോലെ തന്നെ ബു അലങ് എന്ന് പറയുന്ന ദമ്പതികളുടെ മകനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഗ്രാമത്തെ തന്നെ ഇവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് കാസ്നോ ഇവരുടെ രണ്ടുപേരുടെ അടുത്തും പറയുന്നത്. പെട്ടെന്നാണ് കാസ്നോ, ഞാൻ ഒരു കാര്യം
കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഭക്ഷണപാത്രത്തിൽ നിന്നും കുറച്ച് ഭക്ഷണമെടുത്ത് പുറത്തേക്ക് കളയുന്നുണ്ട്. പ്രിൻസിപ്പൽ കാസ്നോ അന്ന് രാത്രി അവിടെ നിന്നും പോയതിനു ശേഷം ശ്രീ ഇപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അവോക്കാഡോ പഴം അവളുടെ നേരെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വരുന്നത്. അവളത് എടുത്തു നോക്കി. തൊട്ടടുത്തായിട്ട് തന്നെ ആ ഒരു തലപ്രേതമുണ്ടായിരുന്നു. പക്ഷേ ശ്രീ കണ്ടില്ല. ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ ദമ്പതികളെ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ പ്രിൻസിപ്പൽ കാസ്നോ വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭീമയോട് പറയുകയാണ്. മറ്റൊന്നുമല്ല, ഫോണിന്റെ കാര്യം തന്നെയാണ്. ഇവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഇവിടേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ബോട്ട് പോകും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബോട്ട് ജെട്ടിയിൽ പോയിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ കോളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാസ്നോ അവിടെ നിന്നും പോകുന്നത്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭീമ ഒരു സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടാണ്. അപ്പോൾ ഇപ്പോൾ തറയിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അവൻ അവിടെ ചെവിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നീട് പുറത്തുനിന്നാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത്. അവനങ്ങനെ ഡോറിൻ്റെ അടുത്ത് പോയിട്ട് ആ ഡോറിന് ഒരു സുഷിരം ഉണ്ടായിരുന്നു. അതിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു തല ഇങ്ങനെ പറന്നു പോകുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് അവൻ പേടിച്ച് പിന്മാറി. അപ്പോഴേക്കും നമ്മുടെ സ്ത്രീയും എഴുന്നേറ്റ് വന്നു. ഇപ്പോഴിതാ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. ഇവൻ അങ്ങനെ ഡോർ തുറന്നപ്പോൾ പ്രിൻസിപ്പളായിട്ടുള്ള കാസ്നോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബുവാലങ് എന്ന് പറയുന്ന ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ അങ്ങോട്ടേക്ക് കടന്നു വരികയും നമ്മുടെ സ്ത്രീയുടെ വയറ്റിലിങ്ങനെ കൈവയ്ക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവരെന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഉരുവിടുകയാണ്. രണ്ടുപേരും പേടിച്ച് വിറച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അവരപ്പം തന്നെ പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ പ്രിൻസിപ്പൽ കാസ്നോയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഇവർ തുറന്നു പറഞ്ഞു. പ്രിൻസിപ്പൽ കാസ്നോ ആകട്ടെ ഒരു ചിരിയോട് കൂടിയിട്ടാണ് ഇവരോട് അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ മൂന്നുപേരും കൂടി ചേർന്ന് ഇപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഭീമോ ടീച്ചറായിട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്ന ഈ ഒരു സ്കൂളിൽ ആകപ്പാടി 7 വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മുടെ ശ്രീയോട് വെറുതെ വീട്ടിലിരുന്ന് മുഷിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് 2 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് അവിടെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുന്നു. അതിനുശേഷം ഇവർ അസംബ്ലിയൊക്കെ കൂടിയിട്ട് ക്ലാസ്സിലേക്ക് എല്ലാവരും പോവുകയാണ്. ശ്രീക്ക് 2 കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടതായിട്ടുള്ളത്. അവളിപ്പോൾ ബോർഡിലൊക്കെ എഴുതിയിട്ട് ഒന്നങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇതിനു മുമ്പ് ഇവിടെ ഫ്ലഡ് വന്നിട്ട് മരിച്ചിട്ടുണ്ടായിരുന്ന ആ കുട്ടികൾ മൊത്തം ഇപ്പോൾ ക്ലാസ് റൂമിലുണ്ട്. അതും പ്രേതമായിട്ടാണ് ഇവക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ പ്രേതക്കുട്ടികളാകട്ടെ ഇവളുടെ നേരെ ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളാകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കണ്ട മയങ് എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ ഒരു ലോക്കറ്റ് എടുത്തിട്ട് അവളുടെ ടീച്ചറായിട്ടുള്ള ശ്രീയുടെ അടുത്ത് കൊടുക്കുകയാണ്. ശ്രീ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവളുടെ ആ ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് തൂക്കിയിട്ടു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭീമോയുടെ അടുത്ത് അവൾ തുറന്നു പറഞ്ഞു. പക്ഷെ യാതൊരുവിധ അറ്റൻഷനും അവൾക്ക് അവൻ കൊടുക്കുന്നില്ല. ഏകദേശം നട്ടുച്ച നേരത്ത് ഇപ്പോൾ ശ്രീ ഒരു കാഴ്ച കാണാണ്. അതായത് ഒരു കർട്ടന് പുറകിലായിട്ട് ഭീമ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഭീമ അവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസ്നോ, അതായത് പ്രിൻസിപ്പൽ കാസ്നോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റിച്വൽ ഇവർക്ക് ഓർമ്മ വന്നു. റിച്വൽ എന്ന് പറയാൻ പറ്റില്ല, പരമ്പരാഗതമായിട്ട് അവിടെയുള്ള നാട്ടുകാർ മൊത്തം ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്. സംഭവം ഇതാണ്: ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് പുറത്തേക്കൊന്ന് നുള്ളിക്കളയുക. അങ്ങനെ അന്നത്തെ രാത്രിയും കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ ഇവർ പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയി. അന്ന് രണ്ടുപേരും ഇൻ്റർവെൽ സമയത്ത്, അതായത് നമ്മുടെ ശ്രീയും ഭീമോയും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് 2 കുട്ടികൾ വന്നിട്ട് ഒരു ലോക്കറ്റ് കയ്യിൽ കൊടുക്കുന്നുണ്ട്. ദേ അവർ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആ ഒരു വൃദ്ധരായിട്ടുള്ള ദമ്പതികളായിരുന്നു. അതാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ മയങ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദേഹത്ത് ഇപ്പോൾ ഒരു സാത്താൻ കയറിയിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടിയാകട്ടെ ഈ ഒരു സ്കൂളിൻ്റെ ക്ലാസ് റൂമിലുണ്ടായിരുന്ന മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഭീമോയും അതുപോലെ തന്നെ പ്രിൻസിപ്പളും അവിടുത്തെ എല്ലാ പണിക്കാരും കൂടി ചേർന്നിട്ട് ഈ ഒരു കുട്ടീനെ വലിച്ചെടുക്കാനായിട്ട് മുകളിലേക്ക് ഇപ്പോൾ സ്റ്റൂളൊക്കെ ഇട്ട് കയറുന്നുണ്ട്. പക്ഷേ ഭീമോയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു പ്രേതത്തെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവനാകെ പേടിച്ച് വിറച്ച് താഴേക്ക് തന്നെ ഇറങ്ങി. ഇതേ സമയം തന്നെ ശ്രീക്ക് അടുത്തേക്ക് മറ്റുള്ള പ്രേതക്കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയാണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. സാത്താൻ കയറിയിട്ടുണ്ടായിരുന്ന മയങ് എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ നമ്മുടെ ശ്രീയുടെ അടുത്തേക്ക് വന്നതും രണ്ടുപേരും, മയങ്ങും അതുപോലെ തന്നെ ശ്രീയും, ബോധം കെട്ട് വീഴുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭീമോയും പ്രിൻസിപ്പളൊക്കെ ഓടി വരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാം പൂർവ്വസ്ഥിതിയിലായി. അങ്ങനെ ഒരു വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി നമ്മുടെ ശ്രീക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടുന്നേയില്ല. അവളെന്തോ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. അപ്പോഴതാ ആ ഒരു തലപ്രേതം വീണ്ടും അവളുടെ അടുത്തേക്ക് വരികയാണ്. ഈ ഒരു തലപ്രേതത്തെ കുയങ് എന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. കുയങ്ങാകട്ടെ ഇവളുടെ അടുത്ത് ഇങ്ങനെ മുഖാമുഖം വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ത്രീ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നു. തൊട്ടടുത്തായിട്ട് ഭീമോ ഉണ്ടായിരുന്നു. ഭീമോ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭീമോ പ്രിൻസിപ്പൾ ആയിട്ടുള്ള കാസ്നോട് തുറന്നു പറഞ്ഞു. പുള്ളിക്കാരൻ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇപ്പോൾ വില്ലേജ് ഹെഡിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ മീനാവ എന്ന് പറയുന്ന ഒരു ഹീലർ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റുന്ന, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലർ എന്നൊക്കെ പറയാം, ഒരു മന്ത്രവാദി. അങ്ങനെ മന്ത്രവാദിയായിട്ടുള്ള മീനാവുവെ കാര്യം കണ്ടുപിടിച്ചു. മറ്റൊന്നുമല്ല,
ഈ ഒരു തമ്പിനായി അന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ദിവസം തന്നെ നമ്മുടെ ശ്രീയുടെ വയറ്റത്ത് പുള്ളിക്കാരി കൈ വെച്ചിട്ട് എന്തോ ഒരു റിച്വൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ബ്ലാക്ക് മാജിക് അവൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് മീനാവെ പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീയുടെ ദേഹത്തേക്ക് ഒരു സാത്താൻ കയറുന്നത്. അതിനെ ഒഴിപ്പിക്കാനായിട്ട് മീനാവെ ശ്രമിക്കുന്നു. ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം ഇപ്പോൾ മീനാവയ്ക്ക് അതിന് സാധിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഭീമയും ശ്രീയും വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോഴാണ് നമ്മുടെ ടിൻചൻ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ഭീമയോട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്, പ്രത്യേകിച്ച് രാത്രി. പക്ഷേ ഭീമ അപ്പോൾ നമ്മുടെ ടിൻചൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കതൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് ശ്രീയെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണം. അതായത് അവൾ പുറത്തുള്ള ഒരു പെൺകുട്ടിയാണ്, അതായത് മറ്റൊരു ഐലൻഡിലുള്ള പെൺകുട്ടി ഈ ഒരു ഐലൻഡിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേതം എത്രയും പെട്ടെന്ന് അവളുടെ ദേഹത്തേക്കാണ് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ ബോട്ട് ഇപ്പോഴും ആ ഒരു ജെട്ടിയിലില്ല. അതെന്തായാലും രാവിലെ വരുള്ളൂ. അതുവരെ നീ ഒന്ന് കാക്ക് എന്നാണ് ടിൻചൻ ഇപ്പോൾ നമ്മുടെ ഭീമോടെ അടുത്ത് പറയുന്നത്. അത് തന്നെയാണ് ശരി എന്ന് ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ കാസ്നോയും പറയുന്നുണ്ട്. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും രണ്ടുപേരും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങരുത് എന്നും പറഞ്ഞിട്ട് ഒരു ലോക്കറ്റും ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ശേഷം രണ്ടുപേരും ടിൻചനും കാസ്നോയും അവിടെ നിന്ന് പോയതിനു ശേഷം വീണ്ടും പലതരത്തിലുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ നാട്ടിൽ ഒടിയനൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് ഒടിയൻ പലതരത്തിലുള്ള വിദ്യകളും ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീടിന് മുകളിൽ ഈ കല്ലും കാര്യങ്ങളൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുയങ് എന്ന് പറയുന്ന പ്രേതം. അന്ന് രാത്രി നമ്മുടെ ശ്രീയും ഭീമോയും എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് ദൈവം തമ്പുരാൻ അറിയാം. രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ ശ്രീയും കൂട്ടിയിട്ട് ഭീമോ ആ ഒരു ചെറിയ ബോട്ട് ജെട്ടിയിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ ബോട്ടാണ്, നിങ്ങൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടല്ലോ, ആ ഒരു ബോട്ട് മാത്രമാണ് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും ശ്രീയെ പുറത്തെത്തിക്കാനായിട്ട്, ഈ ഒരു ഐലൻഡിനെ പുറത്തെത്തിക്കാനായിട്ട് അവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ബോട്ട് ആരോ തീ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുന്ന അറിയാണ്ട് ആകെ പകച്ച് നിൽക്കുകയാണ് നമ്മുടെ ഭീമോ. നോക്കുമ്പോൾ ശ്രീയെ കാണാനില്ല. അവളെ ആരോ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ശ്രീയുടെ അടുത്തേക്ക് ആ ഒരു വൃദ്ധയായിട്ടുള്ള തമ്പിനായി എന്ന് പറയുന്ന സ്ത്രീ വരുന്നുണ്ട്. ഭീമോയും പ്രിൻസിപ്പളും ഇപ്പൊ ശ്രീയെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരിൽ പലരുടെ ദേഹത്തേക്കും ഇപ്പൊ സാത്താൻ കയറുന്നുണ്ട്. അവരെയൊക്കെ മീനാവ് രക്ഷിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഭീമൻ നോക്കുമ്പോൾ അവൾ എവിടെയും കാണാനില്ല. സ്കൂളിലേക്ക് പോയിട്ടും അവൻ നോക്കി, പക്ഷെ കണ്ടില്ല. എനിക്ക് എൻ്റെ സ്ത്രീയെ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മയങ് എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നത്. എന്നിട്ട് അവൾ ഒരു പൊന്തക്കാട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൈ. അപ്പോൾ തന്നെ നമ്മുടെ ഭീമോ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ സ്ത്രീയുടെ ഒരു ഡ്രസ്സിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഒരു ലോക്കറ്റും നമ്മുടെ ഭീമോയ്ക്ക് കിട്ടി. അവനത് അപ്പം തന്നെ എടുത്തു നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. വില്ലേജ് സെക്രട്ടറിയുടേതാണ് ആ ഒരു ലോക്കറ്റ്. ഉടൻ തന്നെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആ ഒരു വില്ലേജ് സെക്രട്ടറിയും അതുപോലെ തന്നെ അതിൻ്റെ ഭാര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ അയാളെ സംശയിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പ്രിൻസിപ്പളും മീനാവയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ വില്ലേജ് സെക്രട്ടറിയുടെ അല്ലായിരുന്നു ആ ഒരു ബ്രേസ്ലെറ്റ്, അത് ടിൻചൻ്റെ ആയിരുന്നു. അങ്ങനെ ടിൻചനെ പറ്റിയിട്ടുള്ള അന്വേഷണം ഇവർ ആരംഭിക്കുന്നു. മാത്രമല്ല ഈ ഒരു തമ്പിനായിയുടെ ഒരു ഫോളോവർ കൂടിയാണ് ടിൻചൻ. ദേഷ്യം പിടിച്ച ഭീമോയാകട്ടെ ടിൻചന് പിന്നാലെ പായാനായിട്ട് നിൽക്കുമ്പോഴാണ് മീനാവെ പറയുന്നത്, നിങ്ങളുടെ ഭാര്യയെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്, എന്നിട്ട് പിന്നെ നമുക്ക് ടിൻചന്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മീനാവെ കുറച്ച് റിച്വലും മറ്റൊക്കെ നടത്തുന്നു. എന്നിട്ട് കാടിന്റെ ഒരു ദിശയിലായിട്ട് അവളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് കാട്ടിലേക്ക് പോയിട്ട് ശ്രീയെ തിരയുകയാണ്. നാട്ടുകാർ മൊത്തം ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാട് മൊത്തം തെരഞ്ഞതിന് ശേഷം ഭീമോയ്ക്ക് അവന്റെ ഭാര്യയായിട്ടുള്ള ശ്രീയെ കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെ മീനാവയും എല്ലാവരും കൂടി ചേർന്നിട്ട് കാടിന് നടുവിൽ തന്നെയുള്ള ഒരു വീട്ടിലേക്ക് ശ്രീയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മീനാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഭീമയുടെ കയ്യിൽ ഒരു കത്തി കൊടുക്കുന്നുണ്ട്. എങ്ങാനും ആ ഒരു തലപ്രേതം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൃദയം ആദ്യം നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കത്തി ഭീമോയ്ക്ക് നൽകുന്നത്. മാത്രമല്ല മീനാവുവെ നാട്ടുകാരിൽ പലർക്കുമായിട്ട് വെളുത്തുള്ളി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വീടിന് ചുറ്റോറും അത് ഇടാനായിട്ട് പറയുന്നു. ആ ഒരു തലപ്രേതം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടായിരുന്നു വെളുത്തുള്ളി പ്രയോഗം. പക്ഷേ ഉടനെ തന്നെ ആ ഒരു തലപ്രേതം വന്നിട്ട് ഇങ്ങനെ കാറിക്കരയാനായിട്ട് തുടങ്ങി. അത് ആർക്കും തന്നെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ചെവി പൊട്ടുന്ന രീതിയിലുള്ള ശബ്ദമായിരുന്നു അത്. ഇതിനെല്ലാം കാരണം ആ ഒരു ദമ്പതികളാണ് എന്നും പറഞ്ഞുകൊണ്ട് മീനാവ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഭീമോയും കാസ്നോയും ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ തമ്പിനായിൻ്റെ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. മീനാവയുടെ കൂടെ ഉള്ളത് ആകെ ഈ ഒരു വില്ലേജ് സെക്രട്ടറി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും തമ്പിനായിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഭീമോയും കൂട്ടരും കൂടി തമ്പിനായിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഇവർക്ക് സത്യം മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ തമ്പിനായി, അതായത് ഈ ഒരു വൃദ്ധ ദമ്പതികൾ നമ്മുടെ ശ്രീയെയും ഭീമോയും രക്ഷിക്കാനായിട്ടാണ് ഇത്രയും നാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥ വില്ലത്തി എന്ന് പറയുന്നത് മീനാവുകയാണ്. ഈ ഒരു ഐലൻഡിന് പുറത്തു നിന്നുള്ള ഒരു സ്ത്രീയുടെ ശരീരം അവൾക്ക് അത്യാവശ്യമായിരുന്നു ആ ഒരു സാത്താനെ കുടിയിരുത്താനായിട്ട്. പക്ഷേ ഭീമോയും കൂട്ടരും ഇതെല്ലാം അറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. ഉടൻ തന്നെ തമ്പിനായി, അതായത് ആ ഒരു വൃദ്ധ ദമ്പതിയിലെ സ്ത്രീ ആയിട്ടുള്ള ആ ഒരു പുള്ളിക്കാരി
ഉടനെ തന്നെ പുള്ളിക്കാരുടെ ആ ഒരു കുയങ് ഫോമിലേക്ക്, അതായത് തലപ്രേതമായിട്ട് മാറി അവിടെ നിന്നും പറന്നു പോകുന്നു. മറുവശത്ത് മീനാവുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ടിൻജൻ വരുന്നുണ്ട്. ഈ ഒരു വില്ലേജ് സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ അവനെ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ടിൻജൻ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ ഒരു അകത്തേക്ക് അവനോട് ഒളിഞ്ഞു നോക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ നോക്കിയപ്പോഴും മീനാവുവയാണ് വില്ലത്തിയെന്ന് അവന് മനസ്സിലായി. പക്ഷേ മീനാവുവ അപ്പം തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെല്ലാവരും കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. ടിൻജൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വീണ്ടും റിച്വലുമായിട്ട് മുന്നോട്ട് പോയ നമ്മുടെ മീനാവുവയുടെ അടുത്തേക്ക് ആ ഒരു കുയങ്ങ് വരികയാണ്. അതായത് തമ്പിനായുടെ കുയങ്ങ് വന്നിട്ട് അവളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഭീമോയും അങ്ങോട്ടേക്ക് എത്തി. പക്ഷേ ഭീമ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു കുടില് മൊത്തം കത്തി നശിക്കുന്നതാണ്. ഭാഗ്യത്തിന് ടിൻജൻ നമ്മുടെ സ്ത്രീയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ടിൻജൻ അപ്പം തന്നെ നമ്മുടെ ഭീമനോടടുത്ത് ഒരു കാര്യം പറഞ്ഞു. അവൻ കുറച്ച് മുടി നമ്മുടെ ഭീമനടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയും മകളെയും അവൾ കൊന്നപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്, അവളുടെ മുടിയാണിത്. നീ ഈ ഒരു മുടി ഉപയോഗിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ മീനാവുവയുടെ ബോഡി എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയുന്നു. അതായത് മീനാവുവ ഇപ്പോൾ ഈ ഒരു കുയങ്ങ് പോലെ അയക്കുകയാണ്. അവളുടെ ബോഡി കണ്ടെത്തിയിട്ട് അത് നശിപ്പിച്ച് കളയണം. അതും ഈ ഒരു കുടിലിൽ തീയുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് ടിൻജൻ നമ്മുടെ ഭീമോട് ആവശ്യപ്പെടുകയാണ്. ടിൻജൻ ഇപ്പം നല്ല പരിക്കേറ്റ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവനത് ചെയ്യാത്തത്. ഒരുപാട് നേരത്തെ തെരച്ചിലിനൊടുവിൽ നമ്മുടെ ഭീമാണെന്നുണ്ടെങ്കിൽ കാടിന് നടുവിലായിട്ട് ഒരുപാട് ശവപ്പെട്ടികൾ കണ്ടെത്തി. അവൻ്റെ കയ്യിൽ ആ ഒരു മുടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീനാവുവയുടെ ആ ബോഡി കണ്ടെത്തിയിട്ട് ഈ ഒരു ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് അവനെ മൊത്തം കത്തിച്ച് കളയാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ഈ ഒരു കുയങ് ഫോമിലുള്ള മീനാവ അങ്ങോട്ടേക്ക് വന്നു. ഉടൻ തന്നെ നമ്മുടെ ഭീമാണെന്നുണ്ടെങ്കിൽ ഒരു കല്ല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഹേർട്ടാണ് ആദ്യം തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് വീക്കാക്കിയിട്ട് മാത്രമേ മീനാവയുടെ ആ ഒരു കുയങ് ഫോമിനെ ഇല്ലാതാക്കാനായിട്ട് അവന് കഴിയുള്ളൂ. അതുപോലെ തന്നെ അവൻ ചെയ്തു. ഈ ഒരു ഹേർട്ടിനെ കല്ലും കൊണ്ട് നല്ല രീതിയിൽ അവൻ പണി കൊടുത്തു. അതോടുകൂടിയിട്ട് മീനാവുവ ഇല്ലാതായി. 6 മാസം കടന്നുപോയി. വൃദ്ധ ദമ്പതികൾ വീണ്ടും ഇവരെ കാണാനായിട്ട് സ്കൂളിൽ പുറത്തിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പൽ കാസ്നോ വന്നിട്ട് തമ്പീനായും അതുപോലെ തന്നെ അതായത് ഈ ഒരു വൃദ്ധ ദമ്പതികൾ മരിച്ചുപോയെന്ന്. മരിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരമായി, ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞു. പക്ഷേ ഇവരെ കാണാനായിട്ട് നമ്മുടെ ശ്രീയെയും അതുപോലെ തന്നെ ഭീമോയും കാണാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. സിനിമയുടെ അവസാനത്തിൽ നമ്മുടെ കുയങ് ഫോമിലുണ്ടായിരുന്ന ഈ ഒരു മീനാവുവയുടെ തല മറ്റാരോ എടുത്ത് കൊണ്ടുപോയിട്ട് എന്തോ ഒരു റിച്വൽ ആരംഭിക്കാനായിട്ട് പോകുന്നു. ഇങ്ങനൊരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഇതൊരു ഇന്തോനേഷ്യൻ മൂവിയാണ്. സിനിമയുടെ പേര് കുയങ് എന്നാണ്. 2024 പുറത്തിറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകം വെറൈറ്റി ആയിട്ടുള്ളൊരു മൂവി. ഇതിനൊരു ഫസ്റ്റ് പാർട്ടും കൂടിയുണ്ട്. ഈ 2ാം പാർട്ട് കണ്ടതിന് ശേഷമാണ് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇത് കുയങ്ങ് മാത്രം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒറ്റ സിനിമ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് മുമ്പ് വേറൊരു കഥയും കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഒരു പാർട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.